താൽക്കാലിക ബാച്ച് അനുവദിച്ചാലും മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധി തീർന്നേക്കില്ല. ഇഷ്ടവിഷയവും സ്കൂളിൽ ലഭിക്കുമോ എന്നാണ് വിദ്യാർത്ഥികളുടെ ആശങ്ക. 7054 വിദ്യാർത്ഥികളെ വെട്ടിക്കുറച്ചാണ് സീറ്റ് പ്രതിസന്ധി കുറച്ചു കാണിക്കാനുള്ള സർക്കാർ ശ്രമമെന്നാണ് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ ആക്ഷേപം. മലപ്പുറത്ത് മാത്രം 11,456 വിദ്യാർത്ഥികളാണ് അലോട്ട്മെന്റുകളിൽ അവസരം ലഭിച്ചിട്ടും പ്രവേശനം നേടാതിരുന്നത്. ഇഷ്ടവിഷയമോ വിദ്യാലയങ്ങളോ ലഭിക്കാത്തതിനാലാണ് ഇത്രയധികം വിദ്യാർത്ഥികൾ പ്രവേശന നടപടികളിൽ നിന്നും വിട്ടുനിന്നത്. ഇങ്ങനെ മാറി നിന്നിരുന്ന വിദ്യാർത്ഥികളിൽ മലപ്പുറത്തെ 4,492 പേർ മാനേജ്മെന്റ് സീറ്റുകളിലും അൺഎയ്ഡഡ് സീറ്റുകളിലും മറ്റ് സംവരണ കോട്ടകളിലുമായി പ്രവേശനം നേടുകയും ചെയ്തു. എന്നാൽ ബാക്കിയുള്ള 7,054 വിദ്യാർത്ഥികൾ ഇപ്പോഴും പുറത്താണ്. ഈ 7,054 വിദ്യാർത്ഥികളെ തുടർച്ചയായി വെട്ടിമാറ്റിയാണ് സർക്കാർ കണക്ക് അവതരിപ്പിക്കുന്നത്. ഫലത്തിൽ 7,000-ഓളം സീറ്റുകളുടെ ആവശ്യം വെട്ടിക്കുറയ്ക്കുകയാണ് സർക്കാർ ലക്ഷ്യം. ഈ വിദ്യാർത്ഥികൾ +1 അപേക്ഷ നൽകിയിട്ടും +1 പഠനം ആഗ്രഹിക്കാത്ത വിദ്യാർത്ഥികളായാണ് സർക്കാർ ചിത്രീകരിക്കുന്നത്. ഇവർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിനും അപേക്ഷ നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ. ഈ നയത്തിൽ മാറ്റം വരണമെന്നാണ് ഉയരുന്ന ആവശ്യം. മൂന്നാമത്തെ അലോട്ട്മെന്റിനെ പ്രതീക്ഷയോട് കാത്തിരുന്ന 7,000-ഓളം വിദ്യാർത്ഥി മലപ്പുറം ജില്ലയിൽ സമാനമായി 1/3 മലപ്പുറത്താണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അങ്ങനെ ഒരു പ്രയാസമുണ്ട് എന്ന് സർക്കാർ തന്നെ ഇന്നത്തെ ചർച്ചയിൽ ഞങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ 1/3 ആ കണക്ക് പ്രകാരം 1/3 മലപ്പുറം ജില്ലയിലാണ്. ആ കുട്ടികളെയും സപ്ലിമെൻ്റ് അലോട്ട്മെന്റിൽ പരിഗണിക്കണമെന്ന് ഇന്നത്തെ ചർച്ചയിൽ കൃത്യമായി MSFും അതുപോലെ തന്നെ മറ്റു വിദ്യാർത്ഥി സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപേക്ഷകരുടെ എണ്ണം കുറച്ചും വെട്ടിമാറ്റിയും പ്രതിസന്ധി ഇല്ലെന്ന് പറയാൻ എളുപ്പമാണ്. ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിന് അവസരം ഒരുക്കുക എന്നതാണ് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ, മലപ്പുറം.